ഞാൻ വിചാരിച്ചൊന്ന് ഞായറാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഒരു മനസ്സിന് തൃപ്തിയാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചെന്നാൽ കുഴിമന്തി ഉണ്ടാക്കിയാലോ എന്ന്. കുഴിമന്തി പല ബിരിയാണിയിലൊക്കെ പണിയൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുറത്ത് നല്ല മഴ നിൽക്കും, അപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറയുകയാണ്. അപ്പോൾ വെള്ളക്കട വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് മന്തിക്കുള്ള മസാലയൊക്കെ ഞാൻ കൂട്ടി, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാട്ടി തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാവണോ മാഗി ക്യൂബും അപ്പോൾ ഇതിലേക്ക് പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മാഗി ക്യൂബ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളച്ച് അരി വേവണ സമയം വരെ ഇതിവിടെ ഇരിക്കട്ടെ. സൺഫ്ലവറും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. അപ്പോൾ നമ്മളെ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനൊരു അരമണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുഴിമന്തീൻ്റെ അരി ഉണ്ടല്ലോ, അത് കണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ കുക്കറിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഈ അരി ഒരു പകുതി മുക്കാലാവണ സമയത്ത് നമുക്ക് ആ ചിക്കനൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചോറും കൂടി ആക്കിയിട്ട് ഒറ്റ വിസിലാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പറായിട്ടുള്ള കുഴിമന്തി അവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ ചെമ്പിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുമ്പ് തന്നെ ഞാനിത്തിരി നമ്മളെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ചമല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നടച്ച് വെച്ചിട്ട് ഒരു 3/4 വേവാവോളം വേവട്ടെ നമ്മൾ അരിയൊക്കെ. അപ്പോൾ ഒരു ബ്ലാക്ക് ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ കോമാന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുറ്റത്തുണ്ട്, ഞാൻ അമ്മേൻ്റെ അടുത്താണ് കേട്ടോ, അത്ര വീട്ടിലല്ല, അമ്മേൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഞാൻ ഇവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചെറുതാക്കി നിർത്തിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിക്കാൻ കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ കുറേ മാങ്ങയൊക്കെ ഉണ്ടാവുമായിരുന്നു കുറേ മുമ്പേ. ഇപ്പം മാങ്ങ അങ്ങനെ കിട്ടില്ല, മാങ്ങ ചക്ക ഒന്നും അല്ലാതെ കിട്ടലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നല്ല സൂപ്പറായിട്ട് ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നു നോക്കിയപ്പോൾ. ഇതിപ്പം ഉപ്പ് മുളക് പൊടിയൊന്നും പെരുമ്പാനൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഓരോ കഷ്ണങ്ങൾ ഓരോ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ട് നമുക്ക് കഴിക്കാം. മാങ്ങയ്ക്ക് ഇതാക്കുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നല്ല മിക്സ് ചെയ്യാം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറേ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാകും. നമ്മൾ കളയാതെ കഴിക്കാം കേട്ടോ അതൊക്കെ. നല്ലതാട്ടോ. അങ്ങനെയാണോ ക്യാമറമാനൊരു കഷ്ണം കൊടുത്താക്കാം. അമ്മ ഉണ്ട് ക്യാമറ എടുക്കുന്ന ട്രൈപ്പോഡൊന്നും എടുക്കൊണ്ടെന്നില്ല. എല്ലാ ട്രൈപ്പോഡന്നെ വളരെ നാശമായി. വീഡിയോ എടുക്കാനുള്ള ത്രില്ലൊന്നുമില്ല. അപ്പോൾ ട്രൈപ്പോഡ് നല്ല സൂപ്പറായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മൂടായിരിക്കും. അപ്പോൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ അതാക്കണം നമ്മൾ ചിക്കനൊക്കെ കുക്കറിക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വാങ്ങിയപ്പോൾ മന്തീൻ്റെ പ്ലാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ്റെ പീസുകളൊക്കെ ചെറുതായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഒക്കെ ഒന്ന് 10 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് അടിയൊക്കെ നല്ല രീതിയിൽ തന്നെ പരത്തിയിട്ട് വെച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഓയിൽ കുറവാണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും. അപ്പം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓയിൽ മീൻസ് സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മളെ ചോറ് വന്നിട്ട് കേട്ടോ അടുപ്പിലുള്ള, അത് ഇതിൻ്റെ മുകളിലേക്കാണ്ട് ഊറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചോറൊക്കെ കണ്ട് ഊറ്റിയിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ചോറും അതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കുരുമുളകും, പിന്നെ എന്താക്കണം ഒരു ബ്ലാക്ക് ലെമണ്, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ നമ്മൾ ചിക്കന് 1.5 കിലോ ആയിരുന്നു, നമ്മൾ അരി 1.5 കിലോ ആണ് കേട്ടോ. അപ്പോൾ 10 ലിറ്ററിൻ്റെ കുക്കറിൽ 1.5 കിലോ അരി കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കനൽ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അത് വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചെടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റൗവിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസിൽ വെക്കണമല്ലോ. നമ്മൾ സ്റ്റൗവിൽ കേട്ടോ, അത് അടുപ്പത്ത് വെക്കണില്ല. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിനെ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മന്തീൻ്റെ അവസ്ഥ ഞാൻ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കറിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് തന്നെ ഞാനൊരു വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ചോറും ചിക്കനും ഒക്കെ ഒന്നാണ്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വേവ് ഏറിയിട്ടുണ്ടെന്ന്. സംഭവം എന്താ വെച്ചാൽ കുറച്ച് ലോഡ് കൂടുതലാണല്ലോ. നമ്മൾ ചെറിയ കുക്കറിൽ കുറച്ച് അളവ് ഇട്ട് വെക്കണ പോലെയല്ല, വലിയ കുക്കറുമാണ്. മാത്രമല്ല കുറച്ച് ലോഡ് ഉണ്ടല്ലോ അതിൽ. അപ്പോൾ കുറച്ച് ഒരു വേവ് കൂടിയ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത്രയ്ക്കും കൂടി വേവാൻ പാടില്ലേ നമ്മളെ മന്തി. അപ്പോൾ എന്തായാലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ വലിയ കുക്കറിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൻ്റെ ആവശ്യമില്ല എന്നും കൂടി ഞാൻ ഇതിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.